ലിഗമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ടിയർ ആയതിനു ശേഷം മുട്ട് പകുതി മടക്കാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്ക് നടക്കാനും സ്റ്റെപ്പ് കയറി ഇറങ്ങാനും അത്യാവശ്യമുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് 1, 2, 3, 4 തവണയൊക്കെ മുട്ട് തെന്നി മാറിയിട്ടുമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ മിക്ക ആളുകളും ചോദിക്കാറുണ്ട്. മെയിനായിട്ട് നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് നീ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടുക എന്നുള്ളതാണ്. നീ റേഞ്ച് ഓഫ് മോഷൻ, മുട്ട് മടക്കുന്ന റേഞ്ച് കറക്റ്റ് ആവാത്തതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. എന്താണ് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇതിന് നിങ്ങൾക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമാണ്. ഓർത്തോപീഡിക്കിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരാളുടെ കൺസൾട്ടേഷൻ തന്നെ വേണം. എന്നിട്ട് ഈ റെസ്ട്രിക്റ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സസൈസ് മാത്രമല്ല, ആ ടൈറ്റ്നെസ്സിനെ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ഈ ടൈറ്റ്നെസ് കുറച്ചിട്ട് നീ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടണം. ഇവിടെ ചില കണ്ടീഷനിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരില്ല. ഏത് കണ്ടീഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തനിയെ മുട്ട് മടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, തനിയെ നിങ്ങൾ മടക്കുമ്പോൾ മുട്ട് മടങ്ങുന്നുണ്ടെങ്കിൽ, ടൈറ്റ്നെസ് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ എക്സസൈസിലൂടെ ഇത് മടക്കാൻ പറ്റും. ഒരു പക്ഷേ ടൈറ്റ്നെസ് ഉണ്ടെങ്കിൽ ടൈറ്റ്നെസ്സിനെ കുറച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ടൈറ്റ്നെസ്സിനെ കുറയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ വേണം നിങ്ങളുടെ ഈ ജേണി മുമ്പോട്ട് പോകാനായിട്ട്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുഴുവനായിട്ട് മുട്ട് മടങ്ങുന്ന സിറ്റുവേഷനിലേക്ക് എത്തിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് അല്ലേ? ലിഗമെന്റ് കംപ്ലീറ്റ് ഇയർ ആണ്, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. ഈ ഇൻസ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് സർജിക്കൽ റിപ്പയർ ചെയ്യേണ്ടി വരാം. പ്രത്യേകിച്ച് സ്പോർട്സിലേക്കൊക്കെ ഒരു ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് സർജിക്കൽ റീകൺസ്ട്രക്ഷന് ശേഷം സ്പോർട്സിലേക്ക് റിട്ടേൺ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ.